കേരളത്തിലല്ല, അങ്ങ് ബംഗാളിലും രാഷ്ട്രീയം ആകെ കലുഷിതമാണ്. അവിടെ എന്ത് നടക്കും എന്നുള്ളത് മാത്രം ഇനി നോക്കിയാൽ മതി. മമതാ ബാനർജിക്ക് പിന്തുണയുമായി ഇപ്പോൾ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് രംഗത്തെത്തി എന്നുള്ള വാർത്ത വരുന്നുണ്ട്. സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് അല്ല ബംഗാളിൽ നടന്നതെന്നും വൻ തിരിമറി നടന്നെന്നും അഖിലേഷ് യാദവ് ആരോപിച്ചു. കൊൽക്കത്തയിലെത്തി മമതയെ നേരിൽ കണ്ട് പിന്തുണ ഉറപ്പ് നൽകുകയായിരുന്നു. ശ്രീനാഥ് ചന്ദ്രനാണ് കൊൽക്കത്തയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ശ്രീനാഥ്, കേരളത്തിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അങ്ങ് ബംഗാളിലും സമാനമായ സാഹചര്യം തന്നെയാണ്. മമതാ ബാനർജിക്ക് ഇതാ പിന്തുണയുമായി അഖിലേഷ് യാദവ് രംഗത്തെത്തിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിയൊക്കെ സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നത്തെ ഈ പിന്തുണയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ബംഗാൾ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ ബ്ലോക്കിനെ കൂടുതൽ സജീവമാക്കാനുള്ള ശ്രമത്തിലാണ് മമതാ ബാനർജി ഇപ്പോൾ രാഷ്ട്രീയ നീക്കം നടത്തുന്നത്. ഈ കഴിഞ്ഞ കുറേ നാളുകളെ ഏതാണ്ട് നിർജ്ജീവമായി പോയ അവസ്ഥയിലായിരുന്നു ഇന്ത്യ ബ്ലോക്ക്. അവിടെ നിന്ന് അതിൻ്റെ ഒരു തിരിച്ചുവരവ്, BJPക്കെതിരായ ഒരു പോരാട്ടം ദേശീയ തലത്തിൽ നടത്താൻ ഇന്ത്യ ബ്ലോക്കിന്റെ അനിവാര്യത യഥാർത്ഥത്തിൽ മമതാ ബാനർജി തിരിച്ചറിയുന്നുണ്ട് എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ ബ്ലോക്ക് നേതാക്കളുമായ എല്ലാം മമതാ ബാനർജി ഫോണിൽ സംസാരിക്കുകയും പിന്തുണ ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തത്. അവർ അത് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അഖിലേഷ് യാദവ് നേരിട്ട് കൊൽക്കത്തയിൽ നേരിട്ടെത്തി അവിടെ മമതാ ബാനർജിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിനുശേഷം പുറത്തു വന്നതിന് ശേഷമാണ് ഈ തന്റെ നിലപാട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്താണ് എന്നത് അഖിലേഷ് യാദവ് പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ തിരിമറി നടന്നു എന്ന കാര്യം അഖിലേഷ് യാദവും ആരോപിക്കുകയാണ്. പല തട്ടിലായി തിരിമറി നടന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. അതിൽ SIR മുതൽ ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും നടന്ന തിരിമറി അദ്ദേഹം എണ്ണി പറയുന്നുണ്ട്. അങ്ങനെ മമതാ ബാനർജി ഇപ്പോൾ നേരിട്ട തോൽവി അത് യഥാർത്ഥത്തിലുള്ള തോൽവിയല്ല, അതൊരു തിരിമറിയിലൂടെ നേടിയെടുത്ത വിജയമാണ് BJPയുടേത് എന്ന ആരോപണമാണ് അഖിലേഷ് മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് ഈ പോരാട്ടത്തിൽ മമതയ്ക്കൊപ്പം താനും ഉണ്ടാകും എന്നത് അഖിലേഷ് പറഞ്ഞു വെക്കുമ്പോൾ കൂടുതൽ ഇന്ത്യ സഖ്യ നേതാക്കൾ കൂടി പിന്തുണയെ വരാനുള്ള സാധ്യതയുണ്ട്. നേരിട്ട് കൊൽക്കത്തയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. ദേശീയ തലത്തിൽ ഇന്ത്യ ബ്ലോക്കിന്റെ ഒരു തിരിച്ചുവരവ്, നിർജ്ജീവമായി കിടക്കുന്ന ഇന്ത്യ ബ്ലോക്കിന്റെ ഒരു തിരിച്ചുവരവിന് ഒരുപക്ഷെ ബംഗാൾ തെരഞ്ഞെടുപ്പ് സാഹചര്യം ഒരുക്കാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നീക്കമാണ് യഥാർത്ഥത്തിൽ മമതാ ബാനർജി ഇപ്പോൾ നടത്തുന്നത്. മറുവശത്തിൽ അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്നു. ഒരു കൊലപാതകം നമ്മൾ കണ്ടു. സുവേന്ദു അധികാരിയുടെ പേഴ്സണൽ അസിസ്റ്റന്റിന്റെ കൊലപാതകം നടന്നു. അതിൽ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. സുവേന്ദു അധികാരി ഇത് തൃണമൂൽ കോൺഗ്രസ് ഭവാനിപ്പൂരിൽ മമത തോറ്റതിന് പ്രതികാരമായി ചെയ്തതാണ് എന്നാരോപിക്കുന്നു. തൃണമൂൽ കോൺഗ്രസ് ആവട്ടെ കൊലപാതകത്തെ അപലപിക്കുന്നു. ഒപ്പം ഇതിൽ CBI അന്വേഷണം കോടതി മേൽനോട്ടത്തിൽ വേണം എന്ന് പറയുന്നു. ഈ ഒരു കൊലപാതകത്തിൽ മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നടന്ന എല്ലാ കൊലപാതകങ്ങളിലും അന്വേഷണം വേണമെന്നുള്ള ആവശ്യം തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നു. നാളെ ഇപ്പോൾ ബംഗാളിലെ മുഖ്യമന്ത്രി ആരെന്നറിയാം. മറ്റന്നാൾ സത്യപ്രതിജ്ഞയും ഉണ്ടാവും. സുവേന്ദു അധികാരിയുടെ പേര് തന്നെയാണ് പരിഗണനയിൽ ആദ്യം കേൾക്കുന്നത്. എന്തായാലും മമതാ ബാനർജി രണ്ടും കൽപ്പിച്ചാണ്. ഇപ്പോൾ അഖിലേഷ് യാദവ് മമതാ ബാനർജിക്ക് വൻ സപ്പോർട്ടുമായി എത്തിയിട്ടുണ്ട്, കൂടെ ഉണ്ട് എന്ന് അഖിലേഷ് യാദവ് മമതയോട് പറഞ്ഞിരിക്കുകയാണ്. മുന്നോട്ട് പോകുമ്പോൾ ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഇന്ത്യ ബ്ലോക്ക് വീണ്ടും ശക്തിപ്പെടുമോ എന്ന് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.